ഓടിൻ്റെ കഷ്ണം വന്ന് അമ്മയുടെ പുറത്ത് വന്ന് വീണപ്പോഴാണ് നമുക്ക് എന്തോ ഭയങ്കരമായിട്ട് പറ്റിയിട്ടുണ്ട്, എന്തോ ഇടി വീണതാന്നുള്ള സംശയത്തിൻ്റെ മുകളിൽ ആരും പുറമേ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അമ്മ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. വടകരയിൽ തെങ്ങ് കടപുഴകി വീണ വീടിന്റെ മേൽക്കൂര തകർന്നു. നാരായണനഗരം സ്വദേശി ഊട്ടുകണ്ടത്തിൽ താഴെക്കുനി മാധവിയുടെ വീടിന് മുകളിലേക്കാണ് അയൽപക്കത്തെ തെങ്ങ് വീണത്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. വൻ ശബ്ദത്തോടെ തെങ്ങ് വീടിന് മുകളിലേക്ക് പതിച്ചെന്ന് വീട്ടുകാർ പറഞ്ഞു. സംഭവ സമയത്ത് കുടുംബാംഗങ്ങൾ വീടിന്റെ പൂമുഖത്തിരിക്കുകയായിരുന്നു. തകർന്നു വീണ ഓടിന്റെ കഷ്ണം തെറിച്ച് മാധവിയുടെ പുറത്ത് പതിച്ചെങ്കിലും വലിയ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. തെങ്ങ് വീണതിനെ തുടർന്ന് വീടിന്റെ ഓടുകൾ തകരുകയും വാതിൽപ്പടി, ഓഫീസ് റൂം, അടുക്കള, ശുചിമുറി എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. മുകളിൽ ഷീറ്റ് ഉണ്ടായിരുന്നതിനാൽ ഓടുകൾ പൂർണ്ണമായും താഴേക്ക് പതിക്കാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. അതേസമയം ഭിത്തിക്ക് വിള്ളലേറ്റിട്ടുമുണ്ട്. മഴ പെയ്തതിനെ തുടർന്ന് രാത്രിയിലുടനീളം വീടിനുള്ളിലേക്ക് വെള്ളം ചോർന്നിറങ്ങിയിട്ടുണ്ട്. ഏകദേശം 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇന്നലെ രാത്രി ഒരു 7-7:10 ഉണ്ടാവും. പെട്ടെന്ന് ഭയങ്കരമായ ഒരു സൗണ്ട് വന്ന് ഞങ്ങളൊക്കെ ഭയങ്കര പേടിച്ചു. ഏതോ ഹെലികോപ്റ്റർ താഴെ വീണമാതിരി, വീട്ടിൻ്റെ മുകളിൽ വീണമാതിരി ഫീൽ ചെയ്ത്. മഴയും ഇല്ല, കാറ്റും ഇല്ല, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഒരു ഓടിൻ്റെ കഷ്ണം വന്ന് അമ്മയുടെ പുറത്ത് വന്ന് വീണപ്പോഴാണ് നമുക്ക് എന്തോ ഭയങ്കരമായിട്ട് പറ്റിയിട്ടുണ്ട്, എന്തോ ഇടി വീണതാന്നുള്ള സംശയത്തിൻ്റെ മുകളിൽ ആരും പുറമേ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഭാര്യ പോയി പുറമേ പോയി നോക്കിയത്. അപ്പോഴാണ് കാണുന്നത് ഒരു തെങ്ങ് വന്ന് വീണ് കിടക്കുന്നത്. മുകളിൽ ഫുള്ള് ഡാമേജ് ആയിട്ടുണ്ട്. താഴെയും വാസലിലും പിന്നെ ഓഫീസ് റൂമിലും അടുക്കളയും ഫുള്ള് ഓട് പൊട്ടി വെള്ളം മുഴുവൻ, രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. ഫുള്ള വെള്ളം അകത്തോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ആകെ ഒരു ചുമര് ലേശം ക്രാക്കും ആയിട്ടുണ്ട്. വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. മുകളിലാരും കിടക്കാത്തത് കൊണ്ടും ഓടെല്ലാം പൊട്ടി മേലെ ഒരു തനിയെ വേറൊരു ഷീറ്റ് ഇട്ടത് കൊണ്ട് ആ ഓട് മുഴുവനും അതിൽ തങ്ങിയത് കൊണ്ട് ഓട് ഫുള്ള താഴെ വീണിട്ടുമില്ല. പിന്നെ ഈ ബാത്റൂമിൻ്റെ ഓടുകളും മൊത്തത്തിൽ ഒരു 1.5 ലക്ഷം രൂപ ഡാമേജ് ആയിട്ടുണ്ട്. അമ്മ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഞങ്ങളെല്ലാം കോനാലി ഇരുന്ന് ഫോണ് നോക്കിക്കൊണ്ടിരുന്നതാണ്. ഒരു വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. ബുസ്താനിയ വിമൻസ് കോളേജ് വടകര. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിൽ നിലവാരമുള്ള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, പരിചയസമ്പന്നരായ അധ്യാപകർ, വ്യക്തിഗത ശ്രദ്ധ, മികവുറ്റ പഠനാന്തരീക്ഷം, പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ ക്യാമ്പസ്. കൂടാതെ അക്കാദമിക പഠനത്തിനോടൊപ്പം മതപഠനത്തിനായി ദാറുൽ ഹുദയുടെ മഹദിയെയും ഒരേ ക്യാമ്പസിൽ. പഠനത്തിനൊപ്പം ആത്മവിശ്വാസവും നല്ല സൗഹൃദങ്ങളും മനോഹരമായ ക്യാമ്പസ് ജീവിതവും വിജയകരമായ ഭാവിക്കുള്ള ശക്തമായ അടിത്തറ. ബുസ്താനിയ വിമൻസ് കോളേജ് വടകര. Tomorrow's leaders begin here. Admissions open.